ഗൈസ് നമസ്കാരം. അപ്പോൾ നമ്മുടെ ലൂണയും ഫ്ലെയറും കുറേ ആയില്ല നിങ്ങൾ കണ്ടിട്ട്. കേട്ടോ, ഫ്ലെയർ ഇവിടെ ഉണ്ട്, ലൂണ ഇവിടെ ഉണ്ട്. ഇവരെ കുട്ടികളെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ വാങ്ങിയ മറ്റൊരു ബെറ്റ ഫിഷാണ് ഫ്യൂരി. എന്താ അവൻ്റെ ബ്യൂട്ടി നോക്കി, നല്ല രസമില്ലേ കാണാൻ. ഫ്ലെയറും അത്യാവശ്യം നല്ല ഭംഗി വെച്ചിട്ടുണ്ട് കേട്ടോ. ലൂണ കുഴപ്പമില്ല, ലൂണ ഇങ്ങനെ ഉഷാറായിട്ട് നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ആർട്ടിമയെ ഹാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതെങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. യൂട്യൂബ് നോക്കി പഠിച്ചതിന് ശേഷം ചെയ്താണ്. കണ്ടില്ലേ, എല്ലാം നിറയെ ആർട്ടിമയ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിവിടെ ഈ പൈപ്പിൻ്റെ ഈ കണക്ടർ ഡിസ്കണക്ട് ചെയ്താൽ നമുക്ക് ആർട്ടിമയ സുഖമായിട്ട് അതൊന്ന് എടുക്കാനും പറ്റും. ഈ ബക്കറ്റിൽ കാണുന്നത് നമ്മുടെ ഗപ്പി ബ്രീഡായ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഗപ്പീസിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മിക്സഡ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്താണ് നമ്മുടെ ബെറ്റയുടെ കുഞ്ഞുങ്ങളുള്ളത്. ചെറുതായിട്ട് കാണുന്നില്ല ഓടി കളിക്കുന്നത്, വളരെ ചെറുതായിരുന്നു, അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഇവയ്ക്കാണ് നമ്മൾ ആർട്ടിമി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഫിഷ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനും ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും കൂടെ അങ്ങോട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, അങ്ങനെ മീൻ വാങ്ങാനായിട്ട് ഞാനും ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും കൂടെ ബൈക്കിൽ പോകുമ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇവിടെ നിറയെ റബ്ബർ മരങ്ങളുണ്ടായിരുന്നു, എല്ലാം വെട്ടിമാറ്റി. കയറങ്കോടത്തുള്ള ശ്രീജു എന്ന അനിയൻ്റെ വീട്ടിലാണ് കേട്ടോ ഞങ്ങൾ മീൻ വാങ്ങാനായിട്ട് പോയത്. ശ്രീജുവിൻ്റെ വീട്ടിൽ പലതരത്തിലുള്ള വെറൈറ്റി ഗപ്പീസും ഫൈറ്റേഴ്സും അവ ബ്രീഡ് ചെയ്ത കുഞ്ഞുങ്ങളും ധാരാളം ഉണ്ട് കേട്ടോ. എല്ലാം നല്ല ഹെൽത്തി ആണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓരോ മീനിനെയും എങ്ങനെ പരിപാലിക്കണമെന്ന് അവിടെ ചെന്ന് ശ്രീജുവിനോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വളരെ നന്നായി തന്നെ ശ്രീജു മീനുകളെ നോക്കുന്നുണ്ടെന്ന് എനിക്ക് അവിടെ നിന്നും മനസ്സിലായി. ശ്രീജുവിൻ്റെ വീട്ടിൽ നിന്നും മടങ്ങുന്നതിന് മുമ്പ് അവൻ്റെ അമ്മ സ്നേഹപൂർവ്വം എനിക്കും ഉണ്ണിക്കുട്ടനും ഉണ്ണിമോൾക്കും നല്ല ചായ വെച്ച് തന്നു കേട്ടോ. അങ്ങനെ ശ്രീജുവിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മീനും വാട്ടർ പ്ലാന്റും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ശ്രീജുവിൻ്റെ വീട്ടിൽ നിന്ന് ഫിഷൊക്കെ വാങ്ങി എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൽ കാണുന്നത് ശ്രീജു തന്ന കുറച്ച് മിക്സഡ് ഗപ്പീസാണ്. പിന്നെ ഈ കാണുന്നതിൽ നമ്മുടെ ഫ്യൂരിക്ക്, അതായത് നമ്മുടെ ഒരു ബെറ്റയുടെ മെയിൽ ഫിഷ് ഉണ്ട്, അതിന് പെയറായിട്ട് ഒരു ഫീമെയിൽ ബെറ്റയും പിന്നെ ഗപ്പീസാണുള്ളത്. അതിൽ ഒരു പെയർ യെല്ലോ മൊസൈക്കും 2 പെയർ ബ്ലാക്ക് ഷാഡോയും ഒക്കെയാണ് ഉള്ളത് കേട്ടോ. എനിക്കതിൻ്റെ പേരൊക്കെ അവിടെ പോയതിന് ശേഷമാണ് മനസ്സിലായത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ശ്രീജുവിൻ്റെ വീട്ടിൽ പോയി ഫിഷൊക്കെ വാങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയ ഫിഷസാണ് ശ്രീജുവിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല വെറൈറ്റി ഗപ്പീസും ബെറ്റ ഫിഷും ഒക്കെ ശ്രീജുവിൻ്റെ കയ്യിലുണ്ട്. ശ്രീജുവിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഫിഷ് വേണ്ടവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.